ഫ്ലോറ ആൻഡ് ഫോണയുടെ മറ്റൊരു ഐക്കണാണിത്. അതെ 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 അതെ, പുൽച്ചാടി പുൽച്ചാടി. വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമുക്ക് തലോടാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. മലയണ്ണാനാണ്. അത് നമ്മള് മേരു ഗില്ലു എന്ന് പറയുന്ന ഒരു ശില്പമാണ്. ഇതിനകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. കുട്ടികൾക്കുള്ള പാർക്കുകൾ ഇവിടെ ഉണ്ടല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണയിലേക്ക് ഏത് പ്രായക്കാർക്കും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടികളുടെ പാർക്കാണ്. ഇത് അമ്മമാർക്ക് ഇവിടെ വിശ്രമിക്കാം. പാമ്പിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് പാമ്പിനെ കയ്യിലെടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. പൊങ്കന്നൂർ പശുക്കളാണ് ഏറ്റവും ഉയരം കുറഞ്ഞ പശുക്കളാണ്. വളരെ വിശിഷ്ടമായ പാലാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ നെയ്യ് ഉപയോഗിച്ചാണ് മഹാക്ഷേത്രങ്ങളിൽ വരേക്കും പൂജകൾ ചെയ്യുന്നത്. സാറേ ഇത് കൊക്കറ്റോൾ സാറേ. ഇത് നമുക്ക് അഴിച്ച കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പക്ഷിയിനത്തിൽപ്പെട്ട വളരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുഴുവൻ പക്ഷികൾ പറന്ന് നമ്മുടെ ഇത് കണ്ടോ, ഇത് പരിപാലിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇത് വരുന്നത്. അത് മക്കാവോ? അതെ അതെ, മക്കാവോ റെഡ്. ഇത് കൊക്കറ്റോൾ സാറേ. ഇത് നമുക്ക് അഴിച്ച കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പക്ഷിയിനത്തിൽപ്പെട്ട ട്രീ ഹൗസ് ഉണ്ട്. വരുന്നവർക്ക് നടന്ന് ഈ കാഴ്ചകളെല്ലാം കാണാം. ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ അതിമനോഹരമായൊരു നടപ്പാതയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി അടിമാലി 10-ാം മൈലിലെ ഫ്ലോറ ആൻഡ് ഫോണ മൂന്നാർ ഇക്കോ പാർക്കിലാണുള്ളത്. ഇക്കോ പാർക്കിന്റെ അകത്തുള്ള കാഴ്ചകൾ ഇന്ന് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത ആഴ്ചയോട് കൂടിയിട്ടാണ് ഇതിന്റെ ഇനാഗുറേഷൻ നടക്കുള്ളൂ. സഞ്ചാരികൾ ധാരാളമായിട്ട് ഇവിടേക്ക് എത്താൻ ദേശീയപാതയിലൂടെ പോകുന്നവർ കാത്ത് ഇരിക്കുന്ന ആ വിസ്മയ കാഴ്ചകളുടെ ജാലകം തുറക്കാൻ ഒരാഴ്ച കൂടി. ഇതിന്റെ ശില്പി രാജീവ് ചെല്ലാൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇത് എന്നാ ഫംഗ്ഷൻ ചെയ്യാം? ഇത് ഞായറാഴ്ച ഫംഗ്ഷൻ ചെയ്യുക. ഞായറാഴ്ച ഫംഗ്ഷൻ. എത്ര പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്കൊന്ന് അറിയണം. കാരണം ഇതിന്റെ അകത്തേക്ക് കയറുന്നതോറും നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേരുടെ പരിശ്രമമാണ്. ഒരു വർഷക്കാലമായി അതിന്റെ പ്ലാനിങ്ങില്. ഒത്തിരി പേരുടെ ശ്രമഫലമായിട്ട് ഞാനിവിടെ കുറച്ച് ശില്പങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പൊതുവെ എല്ലാം ഇങ്ങനെ വെട്ടി നശിപ്പിക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ ഈട്ടിമരങ്ങളൊക്കെ ഇങ്ങനെ തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. അതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ താഴെ ഹട്ട്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ 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 അതെ, ഒന്നും ടച്ച് ചെയ്യാതെ ചെയ്തിരിക്കുന്നു. അതെ അതെ, പ്രകൃതിയിൽ മുറിവുകൾ ഉണ്ടാക്കാതെ. അതോടൊപ്പം തന്നെ ഈ പ്രദേശം എങ്ങനെയാണോ കിടന്നിരുന്നത് അത് അതേപോലെ ഒരിടത്തേക്ക് മാറ്റിയില്ല. അതെ അതെ. അങ്ങ് എത്ര നാളായിട്ട് ഇവിടെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ഏകദേശം 1 വർഷം ആകുന്നു. ഇതെന്താ സാർ ഈ കാണുന്നത്? ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണത്. രാത്രി ആകുമ്പോഴേക്കും ഫുള്ള് കറക്റ്റ് നമ്മുടെ നാച്ചുറൽ വെള്ളം ചാടുന്നത് പോലെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഫീല് കംപ്ലീറ്റ് കിട്ടും. നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ആണ് രാത്രിയിൽ. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇതെന്ത് തരം പക്ഷികളത്? ഒട്ടകപ്പക്ഷിയും. ഒട്ടകപ്പക്ഷി. സാറേ ഇത് എന്റെ ഒരു കൺസെപ്റ്റ് എന്താ? ഇത് മണ്ണ് തന്നെ ഒരു സ്ത്രീ സ്വപ്നം കാണുന്ന ഒരു ശില്പമാണിത്. മണ്ണ് കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതില് നാച്ചുറൽ പുല്ല് ചേർന്ന് പിടിച്ചു വന്നിരിക്കുന്നതാണ്. അത് പിടിച്ചത് പൂർത്തീകരിക്കുമ്പോഴായിരിക്കും എന്റെ ഭംഗി വരുന്നത്. ഞാൻ എന്റെ തലമുടിയൊക്കെ വെച്ച് അതിന്റെ ഭംഗിയായിട്ട് വരും. അപ്പൊ ഒരു പെണ്ണ് സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു ശില്പമായിട്ട് മാറും ഈ മണ്ണ്. സാറേ ഇത് ടോപ്പിയറി ശില്പമാണ്. ഈ ചെടികളെല്ലാം വളർന്നു വന്നു കഴിയുമ്പോഴേക്കും ഈ അരണ്യത്തിന്റെ രൂപമായിട്ട് മാറും. ആ ചെടികൾ വളർന്ന് ഇത് പൊതിഞ്ഞ് പൊതിഞ്ഞ് വരുമ്പോഴേക്കും കറക്റ്റ് ഈ ചെടികൾ കൊണ്ടുള്ള ശില്പമായിട്ട് മാറും. ടോപ്പിയറി. രാജീവ് സാറേ, അപ്പൊ നമ്മള് മൃഗങ്ങൾ, പക്ഷികളെല്ലാം ഉണ്ട്? എല്ലാം ഉണ്ട്. ലൈവാണ്. അതും വ്യത്യസ്ത ഇനം പക്ഷികളാണ്. കൂടാതെ എല്ലാം വിദേശ ഇനങ്ങളാണ്. ഫ്ലോറ ആൻഡ് ഫോണയുടെ ഈ അകത്തേക്ക് കയറുമ്പോൾ ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ, 160ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ള ഒരു ഗാർഡൻ ഉണ്ട്. വിദേശീയ പഴങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഏതാണ്ട് വിളയുന്ന ഒരു ഘട്ടത്തിൽ എത്തിയതുണ്ട്. അതോടൊപ്പം തന്നെ പൂവിട്ട ഘട്ടത്തിലുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നട്ട് നനച്ച് 160 വ്യത്യസ്ത പഴവർഗ്ഗ ചെടികൾ ഇവിടെ പരിപാലിക്കുന്നു. അപ്പോൾ ആന്തൂർസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വരുന്നവർക്ക് ഉള്ളു കുളിർപ്പിക്കുന്ന കാഴ്ചകൾ കൂടിയിട്ട് അടിമാലി 10-ാം മൈലിലെ ഫ്ലോറ ആൻഡ് ഫോണയിൽ കാണാൻ കഴിയുമെന്നുള്ളതും പ്രത്യേകതയാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇതിന്റെ കായ്ഫലം കഴിഞ്ഞതാണ്, ഇത് വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ഇതെല്ലാം പച്ചപ്പ് നിറഞ്ഞ് ഇതെല്ലാം ആളുകളുടെ മുന്നിൽ ആളുകൾക്ക് കാണിക്കാൻ തക്ക തരത്തിൽ പരിപാലിച്ച് വയ്ക്കുന്ന ഫ്ലോറ ആൻഡ് ഫോണയുടെ ഫ്രൂട്ട് ഗാർഡൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. രാജീവ് സാറേ, ഇത് വളരെ ഭംഗിയുള്ള, വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്ന
ലാങ്കോൺ, അങ്ങനെ ഒരുപാട് ഇനം പഴച്ചെടികളാണ് ഇതിനകത്തുള്ളത്. മിറക്കിൾ ഫ്രൂട്ട് ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ? 150ഓളം വ്യത്യസ്ത ഇനങ്ങൾ തന്നെയുണ്ട്. മിറക്കിൾ ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്നു, ലോഗൻ കായ്ക്കാൻ തുടങ്ങുന്നു, മൾബറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി തുടങ്ങിയിട്ടുള്ള പഴവർഗ്ഗ ചെടികളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പപ്പായ തന്നെ വിവിധ ഇനം പപ്പായകള്, പ്ലാവുകള് ഒക്കെ, കുള്ളൻ പ്ലാവുകൾ ഉൾപ്പെടെയുള്ള പ്ലാവിനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ പിന്നീട് പരിശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലും രാത്രിയിലും ഇതെല്ലാം നട്ട് നനച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഫ്ലോറ ആൻഡ് ഫോണയുടെ അകത്തളത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമ്പോൾ ഇടുക്കിയുടെ പശ്ചാത്തല ഭംഗി അതേപോലെ തന്നെ മനോഹരമായി നിലനിർത്തിക്കൊണ്ടാണ് ഈ പഴവർഗ്ഗ ചെടികളൊക്കെ ഇവിടെ പരിപാലിച്ചു പോരുന്നത്. വിവിധതര പഴവർഗ്ഗങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു റിസർച്ചിന് പറ്റിയ ഒരു ഇടം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കൊക്കെ വളരെയധികം പ്രയോജനം. മാത്രമല്ല ഇപ്പൊ സസ്യശാസ്ത്രം പഠിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളിപ്പോ കവാടം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ജന്തുശാസ്ത്രം പഠിക്കുന്നവർക്ക് കൂടി കാഴ്ചക്ക് അതോടൊപ്പം തന്നെ അറിവും പകരുന്ന ഒരുപാട് ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും അതുകൊണ്ട് തന്നെയാണല്ലോ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പേര് വന്നിരിക്കുന്നത്. അതെ അതെ, കുഞ്ഞു മകളാണ്, പക്ഷെ ഇതെല്ലാം പൂവിട്ടു, ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് കായ്ക്കും. ഇത് എയർപോർട്ട് ഗാർഡൻ ആണ്. ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ വഴിയരികിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. ധാരാളം പഴങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇതിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാം സ്ട്രോബെറി ആണ്. വളരെ ഭംഗിയായി. ഫ്ലോറ ആൻഡ് ഫോണയുടെ അകത്ത് വരുമ്പോൾ ജന്തുജാലങ്ങളുടെ ഒരു വൻ നിര തന്നെയുണ്ട് അല്ലേ സാർ? അതെ അതെ അതെ, പലതരം പക്ഷികള്, ജീവജാലങ്ങള്, കോഴികള്, പാമ്പ്. സാറേ നമ്മുടെ ഇഗ്വാന. അല്ലേ? അതെ 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 അതെ, അതൊരു പ്രത്യേകതരം മുയലുകളാണല്ലോ സാർ? അതെ അതെ, കുഞ്ഞു മുയലുകളാണ് സാറേ. ഇത് കീരിവർഗത്തിലുള്ള പെറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. വളരെ സൈലന്റ് ആണ് ആള്, നന്നായിട്ട് ഇണങ്ങുന്ന ജീവിയാണ്. പരിപാടിയൊക്കെയാണ്. ഈ ഫ്ലോറ ആൻഡ് ഫോണയുടെ അകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം മുളങ്കാടുകൾ കൂടി കാണാൻ പറ്റും. അതെ 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 അതെ, ഏകദേശം ഒരു 4 ഏക്കറോളം ഉണ്ട്. ആ 4 ഏക്കർ ബൗണ്ടറി ചെയ്തിരിക്കുന്നത്, ഫെൻസിങ് ചെയ്തിരിക്കുന്നത് ഈ ഗോൾഡൻ ബാമ്പു ഉപയോഗിച്ചാണ്. അത് നമ്മുടെ പ്രകൃതിയുടെ പച്ചപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മനോഹരമായിട്ട് മറ്റൊരിടത്തും കാണാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം 2-3 വർഷം മുമ്പേ തുടങ്ങി കഴിഞ്ഞാൽ? അതെ അതെ അതെ, സന്ദർശകർ പ്രവേശിക്കുന്നതൊക്കെ എത്രയോ മുൻപ് തന്നെ ഇതിന്റെ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞു. അതെ അതെ അതെ, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവു ആണ്. ഇത് നന്നായിട്ട് ഇണങ്ങുന്ന പക്ഷിയാണ്. നമ്മുടെ കൈകളിലെല്ലാം നമുക്ക് കയ്യിലൊക്കെ എടുത്ത് പരിപാലിക്കാൻ പറ്റുന്ന പക്ഷി. ഇത് ഫെനിക്സ് ഫോക്സ് ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കനാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെയല്ല. ഒരാൾ തലയുയർത്തി. അതെ അതെ, ഉയർത്തി നിൽക്കുന്നു. രാജു സാറേ, അരുമയായ ആടുകളുടെ ഒരു സെക്ഷനാണ്. അതെ അതെ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഉയരം കുറഞ്ഞ ആടുകളാണ്. വളരെ ഭംഗിയുള്ള നിറയെ രോമങ്ങളുള്ള ആടാണ്. പക്ഷികളുടെ ശേഖരം തീർന്നിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് എല്ലാം പ്രാവുകളുടെ ഉൾപ്പെടെയുള്ള കുറുകൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. 100 കണക്കിന് പക്ഷികൾ, 100 കണക്കിന് മൃഗങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവരെ ഫീഡ് ചെയ്യുന്ന ഒരു സമയമാണ് തോന്നുന്നത്. അതെ 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 സാറേ, ഇത് ടർക്കി കോഴികളാണ്, പക്ഷികളാണ്. വളരെ ഭംഗിയുള്ള എന്നാൽ ഒരു ശല്യമില്ലാത്ത ഇനത്തിൽപ്പെട്ടതാണ്. അതെ, പൊങ്കന്നൂർ പശുക്കളാണ്. ഏറ്റവും ഉയരം കുറഞ്ഞ പശുക്കളാണ്. വളരെ വിശിഷ്ടമായ പാലാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ നെയ്യ് ഉപയോഗിച്ചാണ് മഹാക്ഷേത്രങ്ങളിൽ വരേക്കും പൂജകൾ ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വളർത്തുന്ന പശുവിന്റെ ഈ ഇനത്തിൽപ്പെട്ട പശുക്കളെയാണ് അദ്ദേഹം വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ വിശേഷപ്പെട്ട ഇനം പശുവാണിത്. ഫ്ലോറ ആൻഡ് ഫോണയിൽ എത്തുമ്പോൾ ഇത്തരം പശുക്കൾ വ്യത്യസ്തമായ, ലോകത്തിൽ തന്നെ ഏറ്റവും ഏറെ അതെ 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 പശുക്കൾ ഇവിടെ ഉണ്ട്. സാർ, ഇതെന്താ? ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മയിലാണ്, ഫലവാൻ പീക്കോക്ക്. സാർ, ഇത് വിദേശീയ ഇനം പ്രാവുകളാണ്. ഏകദേശം ഒരു 10-20ഓളം വെറൈറ്റി പ്രാവുകളുണ്ട്. ഇതെന്താ സാർ? ഇത് പൈനാപ്പിൾ കൊനോറ. വളരെ ഭംഗിയുള്ള പക്ഷിയാണ്. നന്നായിട്ട് ഇണങ്ങും. നമ്മുടെ അടുത്തേക്ക് വിളിച്ചാലൊക്കെ വരുന്ന പക്ഷിയാണ്. സാർ, ഈ ആടിന് എന്തെങ്കിലും പ്രത്യേകത? നാട്ടുകിട എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ആടാണ് സാർ. അത് വളരെ നാട്ടുകിട അവിടെ പോര് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ആടാണ്. സാറേ, ഇത്
ഇത് മക്കാവുമാണ്. വളരെ പ്രണയ ജോഡികളാണ്, എപ്പോഴും സ്നേഹം പ്രകടിപ്പിച്ച് നിൽക്കുന്ന പക്ഷികളാണിത്. ഇത് അരയന്നങ്ങൾ. ഇത് അരയന്നങ്ങളാണ്. വളരെ വിശിഷ്ടമായ ബ്ലാക്ക് സ്വാൻ ഉണ്ട് അതിനകത്ത്. വളരെ വിശേഷപ്പെട്ട ഇനമാണ്, അതെല്ലാം കാണാൻ പ്രയാസമുള്ളതാണ്. സാറേ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന കുറെ ജീവികളുണ്ടല്ലോ, ഇതിന്റെ പേര്? ഇത് യമു ആണ് സാറേ. യമുവും അതുപോലെ തന്നെ അപ്പുറം കാണുന്നത് ഒട്ടകപക്ഷിയുമാണ്. വളരെ വിശേഷപ്പെട്ട ഇനമാണ്. ഇത് ഒട്ടകപക്ഷി. അത് ഒട്ടകപക്ഷി, ഇത് യമു. സാറേ ഇതൊരു വ്യത്യസ്തമായ ഒരു സെക്ഷനിലേക്കാണല്ലോ പോകുന്നത്. അതെ അതെ, ഏവിയറി സെക്ഷൻ ആണ്. അതിനകത്ത് നമുക്ക് പക്ഷികളെല്ലാം നമ്മൾ കൈകളിൽ എടുക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓ, അപ്പൊ ഒരു പക്ഷി വീട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ. അതെ 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 അതെ, മുഴുവൻ പക്ഷികള് പറന്ന് നമ്മുടെ ഇത് കണ്ടോ, ഇത് പരിപാലിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇത് വരുന്നത്. അതായത് എല്ലാവർക്കും വളരെ സുന്ദരമായൊരു കാഴ്ച. അതെ അതെ അതെ. താഴെയുണ്ട്, കുറെ താഴെയുണ്ട്, 10 സൈഡിലാണത്. ചെറിയ കോഴികൾ ഉൾപ്പെടെയുള്ള അല്ലേ, കോഴി വർഗത്തിൽപ്പെട്ടൊക്കെയാണ്. അതെ അതെ, എല്ലാം കോഴി വർഗത്തിൽപ്പെട്ട മത്സ്യം വളർത്താൻ വേണ്ടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതാണ്. മത്സ്യരൂപത്തിൽ തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഇതുപോലൊരു രീതി കാണാൻ സാധിക്കില്ല. കാരണം അത്രയും മനോഹരമായിട്ട് ഒരു മീനിന്റെ രൂപം ഉണ്ടാക്കി അതിനകത്ത് മീനിനെ വളർത്തുന്ന ഒരു പ്രത്യേക തരം ടാങ്കാണിത്. ഇതേപോലെ മക്കാവ് ബ്ലൂ. സാർ ഇവിടെ കുറെ നിർമ്മിതികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ? ഇത് ട്രീ ഹൗസ് ആണ്. 2 ട്രീ ഹൗസ് ഉണ്ട്. വരുന്നവർക്ക് നടന്ന് ഈ കാഴ്ചകളെല്ലാം കാണാം. ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ അതിമനോഹരമായൊരു നടപ്പാതയാണ്. ഇവിടുന്ന് അകത്ത് കയറി വെളിയിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, നമ്മുടെ ഇഗ്വാന നല്ല തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. വളരെ ഉയരത്തിൽ നിൽക്കുകയാണത്.